ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ രസഗുളയുടെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അതിനാവശ്യമായി നമ്മളിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ 1/2 ലിറ്റർ പാല് അങ്ങനെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. ഈ സമയം വേണം നമ്മൾ ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. നാരങ്ങ ഇല്ലാത്തവർക്ക് വിനാഗിരി വേണമെങ്കിലും ചേർക്കാവേ. നാരങ്ങയുടെ ഒരു പകുതി, ഞാനൊരു വലിയ നാരങ്ങയാണ്, അതിൻ്റെ പകുതിയാണ് എടുത്ത് പിഴിഞ്ഞൊഴിക്കുക. അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ പിഴിഞ്ഞൊഴിക്കാൻ. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുക്കാവേ 1/2 ലിറ്റർ പാലിന്. അഥവാ നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരിയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ പാലിലേക്ക് ഒഴിക്കാൻ. നമ്മളിങ്ങനെ പയ്യെ ഇതുപോലെ കറക്കി കൊടുക്കാം. നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പാല് പയ്യെ പിരിഞ്ഞു വരും. പനീർ വേറെ ആയിട്ട് വരണവരേക്കും നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ നാരങ്ങ ചേർത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ പാലൊക്കെ പിരിഞ്ഞ് പനീർ വേറെ ആയിട്ട് നമുക്ക് കിട്ടുവേ. ഉണ്ടാകുമ്പോൾ പനീറൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. നല്ല തെളിഞ്ഞ് ഇതാ വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇതുപോലെ വേറെ ആയിട്ട് മാറി വന്നിട്ടുണ്ട്. കണ്ടോ, പനീർ അങ്ങനെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുണി വെച്ച്, നല്ല വൈറ്റ് തുണിയില്ലേ, വെള്ള തുണി വെച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. കണ്ടോ, നമ്മുടെ തൈര് നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. പനീറൊക്കെ നല്ല വേറെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു വൈറ്റ് തുണി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ പാത്രവും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ പനീറൊക്കെ ഒഴിച്ച് വേറെ ആയിട്ട് എടുക്കാം. നമുക്ക് നമ്മൾ 1/2 ലിറ്റർ പാലാണ് ഫ്രണ്ട്സ് എടുത്തിരിക്കുന്നത് പനീറിന് വേണ്ടി. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റണം. ചെറുതായിട്ട് ഇതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമ്മൾ നല്ല തണുത്ത വെള്ളം വേറെ ആയിട്ട് എടുക്കണേ. എന്നുവെച്ചാൽ നമ്മൾ ഇതിൽ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പുളി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ ഇതുപോലെ മുക്കി നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ പനീറിന് പുളി കാണരുതേ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു വ്യത്യാസം കാണും, ചെറിയ പുളിയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല ഉണങ്ങിയ പ്ലേറ്റ് നോക്കി എടുക്കണേ. പനീറിലും വെള്ളം കാണരുത്. ഇതുപോലെ നമ്മൾ നന്നായിട്ട് തോർത്തി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ തുണിയിലൊട്ടിയിരിക്കുന്നതൊക്കെ ചെറുതായിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ എടുത്തിടാം. അതിനുശേഷം നമ്മൾ കട്ടയായിട്ടിരിക്കുന്ന പനീറൊക്കെ ഇതുപോലെ പൊടിച്ച് കൊടുക്കാം കൈ വെച്ച് തന്നെ. നല്ല വലിയ പ്ലേറ്റ് ആയിരിക്കണം കുറച്ചുകൂടെ. അപ്പോഴേ നമുക്കിത് നന്നായിട്ട് തേച്ച് ഇതുപോലെ തേച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കത്തില്ല, അതുപോലെ ഇരിക്കണേ. ഇത് ലാസ്റ്റ് ഇതുപോലെ നമ്മൾ നമ്മുടെ ഉള്ളം കൈ വെച്ച് തന്നെ നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ മാവ് നല്ല തേഞ്ഞ് ഇതുപോലെ ഇരിക്കണം. ചെറിയ കട്ടകളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട്. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കത്തില്ല, അതുപോലെ തന്നെ ഇരിക്കണം. അതുവരെയ്ക്ക് നമുക്കൊരു 5 മിനിറ്റെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് തേച്ച് കൊടുത്ത് ശരിയാക്കി എടുക്കണം പനീർ. അപ്പോഴേ നമ്മൾ രസഗുള ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ നന്നായിട്ട് തേച്ച് കൊടുക്കണേ. നമ്മുടെ ഉള്ളം കൈ വെച്ച് തന്നെ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ മാവ് ഇതുപോലെ തെന്നി പോകുന്ന കണ്ടോ. ആ പ്ലേറ്റിൽ നൈസായിട്ട് കണ്ടോ, നന്നായിട്ട് നമുക്ക് ആയിട്ടുണ്ട് ഏകദേശം. കണ്ടോ, ഇതുപോലെ തേച്ച് നല്ലതായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് ഒന്നും കൂടെ കുഴച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ബോളായിട്ട് പിടിക്കാം. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കിട്ടണം. അതിലൊരു തരിയോ ഒന്നുമില്ല. കണ്ടോ, നമ്മുടെ മാവ് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച് കിട്ടത്തില്ല, അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. തേക്കുമ്പോൾ നല്ല തെന്നി പോണ കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പനീറിൻ്റെ മാവിൻ്റെ പരുവം. കണ്ടോ, ആ പ്ലേറ്റിൽ നമ്മൾ തേക്കുമ്പോൾ കാണുന്നുണ്ടോ, നന്നായിട്ട് ഇങ്ങനെ തേഞ്ഞു പോകണം.
ഇതാ നമ്മുടെ മാവിൻ്റെ പരുവം. ഇനി നമുക്കിത് ബോൾ പിടിച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ ഉരുട്ടി മാവെല്ലാം ചേർത്തെടുത്തിട്ടുണ്ട് പനീർ. കണ്ടോ ഫ്രണ്ട്സ്, നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണ്ടോ, നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ നമ്മൾ പനീർ നമ്മൾ നേരത്തെ കാണുമ്പോൾ നല്ല തരിതരിയായിട്ടിരിക്കുമല്ലോ നമ്മൾ ആദ്യം തിളപ്പിച്ചെടുക്കുമ്പോൾ, പക്ഷെ അതുപോലെ ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം വേണം നമ്മളിത് നീളത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമുക്ക് വെട്ടിയെടുക്കണമല്ലോ. നമ്മൾ നീളത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ കത്തി വെച്ച് വെട്ടിയെടുക്കാം. എല്ലാം ഒരേ അളവിന് തന്നെ നമുക്ക് ചെറുതായിട്ട് വെട്ടി കൊടുക്കാം. നമ്മളെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഓരോന്നാട്ടെടുത്ത് ഉരുട്ടാം. പനീർ നമ്മൾ രസഗുളയ്ക്ക് നല്ല ബോൾ പോലെ ഉരുണ്ടിരിക്കണമല്ലോ, അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിത് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പൊട്ടലൊന്നും കാണല്ലേ ഫ്രണ്ട്സ്, അതുപോലെ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ. അങ്ങനെ നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം. നമ്മളെല്ലാം ഇവിടെ ഉരുട്ടി ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 11 ഉരുള കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉരുട്ടി നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോളാക്കി 11 എടുത്തിട്ടുണ്ട്. നമ്മൾ 1/2 ലിറ്റർ പാലില്ല, നമുക്ക് 11 രസഗുളയുടെ ബോളാണ് കിട്ടിയത്. നമുക്കിനി ഇതൊരു നനഞ്ഞ തുണി വെച്ച് ഇത് മാറ്റി വയ്ക്കാം മൂടിയിട്ട്. എന്നുവെച്ചാൽ ഇതൊന്ന് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് രസഗുളയ്ക്ക് വേണ്ടിയുള്ള പാനി തയ്യാറാക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുള്ളതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം ചേർക്കുക. 2 കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 പിഞ്ച് ഏലക്ക പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. 1 പിഞ്ച് കാണും മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ള ഏലക്ക പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒത്തിരി കുറുക്കിയൊന്നും എടുക്കണ്ട. പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞ് നന്നായിട്ട് തിളച്ച് വരണം. പഞ്ചസാരയൊക്കെ ഏകദേശം അലിയാറായിട്ടുണ്ട്. നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ പഞ്ചസാര പാനി അങ്ങനെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചില്ലേ രസഗുളയുടെ ബോളുകൾ, അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പയ്യെ ചേർക്കണേ, പൊട്ടിപ്പോകാതെ പയ്യെ വേണം നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബോളെല്ലാം ചേർത്ത് ഇനി നമുക്കൊരു ചെറിയ അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ചേർത്തപ്പോൾ കുഞ്ഞു ബോളായിരുന്നില്ലേ, ഇപ്പോൾ തിളച്ച് അത് നല്ല പഞ്ചസാര പാനിയൊക്കെ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി. നമ്മൾ ഇതുപോലെ ഇളക്കുമ്പോൾ പയ്യെ വേണം ഇതിങ്ങോട്ട് ഇളക്കി കൊടുക്കാം, പൊടിഞ്ഞു പോകരുത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് ഇതുപോലെ തിളപ്പിക്കാം. ഒരു 15 മിനിറ്റെങ്കിലും നമ്മൾ ഈ പഞ്ചസാര പാനിയിൽ തന്നെ ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേ ഈ പാനിയൊക്കെ കുടിച്ച് നല്ല വേർത്ത് വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പഞ്ചസാര സിറപ്പെല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങും. ഈ സമയം വേണമെങ്കിൽ നമുക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടും, അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുങ്കുമപ്പൂ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, ഞാനതുകൊണ്ട് ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അങ്ങനെ നമ്മളൊരു സർവിങ് ബോളിലേക്ക് നമ്മുടെ രസഗുളയെല്ലാം നമുക്ക് കോരി വയ്ക്കാം. കണ്ടോ ഫ്രണ്ട്സ്, നന്നായിട്ട് വിയർത്ത് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ കുഞ്ഞു ബോളാട്ടല്ലേ ഇട്ടത്. ഇപ്പോൾ ഇത് നല്ല പഞ്ചസാര പാനിയൊക്കെ കുടിച്ച് നല്ല വലുതായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കുഞ്ഞു ബോളായിട്ടിട്ട് ഇപ്പോൾ നല്ല നമ്മുടെ രസഗുള അങ്ങനെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മളങ്ങനെ ഇത് സർവിങ് ബോളിലേക്ക് എടുത്ത് വയ്ക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാം. വേറെ ഒന്നുമില്ല, പഞ്ചസാരയും പാലും ഉണ്ടെങ്കിൽ നമ്മുടെ രസഗുള നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നമ്മൾ 1/2 ലിറ്റർ പാലിൽ തന്നെ നമുക്ക് 11 രസഗുള കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ എല്ലാം കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ സിറപ്പില്ല, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് എത്രയ്ക്കും സ്മൂത്തായിട്ടിരിക്കണം നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാവേ. ഞാനിപ്പോൾ കാണിച്ചു തരാവേ. നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പോഴേ നന്നായിട്ടത് നെങ്ങി ഇങ്ങനെ വരുമോ നോക്കിക്കൊണ്ടോ.
നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് മുറിച്ച് കാണിച്ചു തരാവേ. കാണുമ്പോഴേ എന്നാ രസമല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ ഒരെണ്ണം എടുത്തതാണ് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്കും നല്ല സ്മൂത്തായിട്ട് അതിൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ടല്ലോ പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണേ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ബായ്.